സാർ വളരെ ഗൗരവമായിട്ടുള്ളൊരു പ്രശ്നമാണ് നടന്നല്ലോ സാർ, വളരെ ഗൗരവമായൊരു പ്രശ്നമാണ്. സഭ പ്രതിപക്ഷ നേതാവ് വളരെ ദീർഘമായി ടോക്കൌട്ട് പ്രസംഗം നടത്തി. ശരിയല്ലല്ലോ സാർ, അങ്ങനെയാണ് ഒരു നിയമസഭയുടെ അങ്ങനെയുമായി തർക്കിക്കുകയല്ല സാർ. നേരത്തെ മുഖ്യമന്ത്രി പ്രതിപക്ഷ അങ്ങനെ കഴിയില്ല സാർ. അങ്ങനെയാണെങ്കിൽ അനുവദിക്കുന്നെങ്കിൽ ഞാൻ സംസാരിക്കുന്നില്ല സാർ. ഇത് എന്റെ കക്ഷിയുടെ അവകാശമല്ലേ സാർ. നമ്മൾ ഇന്നലെ സംസാരിച്ച അങ്ങനെ കഴിയില്ലല്ലോ, അങ്ങനെ കഴിയില്ലല്ലോ. അതിനെ സാർ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം അവസാനിപ്പിക്കാം. കേന്ദ്രത്തിന്റെ സാർ, it is respectfully submitted that the above action of the state Kerala reflects reluctance to implement NDP. Kerala may be come forward to implement and show cause all the initiatives of NDP 2020 എന്ന് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കീൽ പറഞ്ഞത്. അതിനേക്കാൾ വലിയ നടപടിയിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ കക്ഷിയും വാക്കൌട്ട് ചെയ്യാൻ ഒപ്പുവെച്ചു. അതെന്തിനാ? പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് ഒപ്പുവെച്ചത്, മരവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒപ്പുവെച്ചത്. പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് ഒപ്പുവെച്ചത്, മരവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒപ്പുവെച്ചത്. സാർ, ഞങ്ങൾ വളരെ കൃത്യമാണ് പറഞ്ഞല്ലോ. ഇന്ന് രാവിലെ ആയപ്പോൾ അത് ക്ലിയർ ആയല്ലോ. അതൊന്നും നമ്മൾ വളരേണ്ട ആവശ്യമില്ല സാർ. അതുപോലെ ഞാൻ ചില മറുപടികൾ പറയാം. ഇവിടെ വന്ന മറുപടികൾ ഇപ്പോൾ കേരളത്തിൽ PMC നടപ്പായിട്ടില്ല. ആ PMC നടപ്പാകാതിരിക്കുന്നത് ഈ പറഞ്ഞ മരവിപ്പിക്കൽ കാരണമാണ്. എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ അതിനെപ്പറ്റി വീണ്ടും ആലോചിക്കുന്നത്? മുഖ്യമന്ത്രി, ഞാൻ ചോദിക്കട്ടെ, മരവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒപ്പുവെച്ചത് അല്ല? ഞങ്ങൾ നയപരമായി തീരുമാനിച്ചു നടപ്പാക്കേണ്ടതില്ല എന്ന്. ആ നടപ്പാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതിന് ശേഷം നടപ്പായില്ല. ഇപ്പോൾ നടപ്പാകാതിരിക്കുകയാണ്. ഇപ്പൊ നടപ്പാകാതിരിക്കുന്നത് എന്തിനാണ്? നടപ്പാക്കുന്നതിന്റെ ഭാഗമായി നിങ്ങൾ ആലോചിക്കുന്നത്. മുഖ്യമന്ത്രി, അല്ല, ഒന്നാമത്തെ കാര്യം എന്തിനാണ് ഒപ്പുവെച്ചതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. 1. 2, മരവിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മരവിപ്പിക്കാൻ പ്രൊവിഷൻ ഇല്ല. 2, 3, 7 മാസമായിട്ട് 8 മാസമായിട്ട് ഒരു സബ് കമ്മിറ്റി ഉണ്ട്. ആ സബ് കമ്മിറ്റി കൂടി ഒരു തീരുമാനമെടുത്ത് ഇത് കേരളം നടപ്പിലാക്കില്ല എന്നൊരു കത്ത് കൊടുത്തില്ല. ഞാൻ അങ്ങോട്ട് തർക്കത്തിലില്ല, കൊടുത്തില്ല. രാവിലെ സംസാരിച്ചാണ് അത് നമുക്ക് സംവാദമാകാം, അതിൽ പ്രശ്നമില്ല. ഇതില് ഒപ്പുവെച്ചു. ആ ഒപ്പുവെച്ചതിന് ശേഷം എന്തിനാണ് ഒപ്പുവെച്ചതെന്നാണല്ലോ ചോദിക്കുന്നത്. ഇവിടെ സർവശിക്ഷാ അഭിയാന്റെ ഫണ്ട് തടഞ്ഞു വെച്ചത് 1500 കോടിയിലധികം രൂപയായിരുന്നു. ഇവിടെ കാണേണ്ടത് NEP യുടെ ഭാഗമായിട്ടുള്ള ആ പൊതുവിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനകത്ത് വേറെ വ്യത്യാസമില്ല. ആ നയം നടപ്പാക്കാൻ തയ്യാറല്ല. ഇവിടെ PMCയുടെ ഭാഗമായിട്ട് ഒന്നും നടപ്പാക്കാനുമില്ല. പക്ഷേ മറ്റേ ഫണ്ട് നമുക്ക് കിട്ടണമായിരുന്നു. സർവശിക്ഷാ അഭിയാന്റെ ഇമാതിരി ആളെയും കൊണ്ട് വെച്ചാൽ നിങ്ങൾ അപകടത്തിലാവും കേട്ടോ. ഇമാതിരി ആളുകളെ ഇവിടെ സർവശിക്ഷാ അഭിയാന്റെ ഫണ്ട് നമുക്ക് കിട്ടാതിരുന്നാൽ നാം പ്രയാസത്തിലാകും. ആ പ്രയാസം കേരളത്തെ ആകെ ബാധിക്കുന്നതാണ്. അത് ഒഴിവാക്കുന്നതിനാണ് അതിന്റെ ഭാഗമായി ഒപ്പുവെച്ച് ആ പണം വാങ്ങാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ ആ ശ്രമം ശരിയല്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി അത് മരവിപ്പിച്ചു. ഇപ്പോ അതിവിടെ നടപ്പാകുന്നില്ല. 8 മാസമായി നടപ്പായിട്ടില്ല. എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്? അല്ല, 2 ചോദ്യത്തിനും മറുപടിയില്ല. അതായത് എന്തിനു ഒപ്പുവെച്ചു എന്ന് പറഞ്ഞാൽ പണം കിട്ടാൻ വേണ്ടിയിട്ട് ഒപ്പുവെച്ചു. അപ്പൊ ആ നടപടിക്രമങ്ങളെല്ലാം ഇതിലൊരു കാരണവശാലും ഒപ്പുവെക്കില്ല എന്നുള്ള തീരുമാനത്തെ, പ്രത്യയശാസ്ത്രപരമായ നയപരമായ തീരുമാനത്തെ, RSS വിഷസർപ്പമാണ് എന്ന് പറഞ്ഞ തീരുമാനത്തെ മുമ്പിൽ കീഴടങ്ങി ഒപ്പുവെച്ചു. നമ്പർ 1. നമ്പർ 2, എന്തുകൊണ്ട് നിങ്ങൾ ഇത് നടപ്പാക്കുന്നു എന്ന ചോദ്യമാണ്. ഞങ്ങൾ നടപ്പാക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ പറഞ്ഞത് എന്റെ 2ാമത് ചോദ്യം, എന്തുകൊണ്ട് ഇത് ഞങ്ങൾ ഇനി നടപ്പാക്കില്ല എന്ന് പറഞ്ഞൊരു കത്ത് കൊടുത്തില്ല? 8 മാസമായിട്ട് രണ്ടും ചെയ്തില്ല. ഒപ്പുവെക്കുകയും ചെയ്തു, നടപ്പാക്കില്ല എന്ന് പറഞ്ഞ കത്തും കൊടുത്തില്ല. നിങ്ങളൊരു സബ് കമ്മിറ്റിയെ വെച്ചു. ഞങ്ങൾ എന്താ ചെയ്തത്? ഞങ്ങളും ഒരു സബ് കമ്മിറ്റിയെ വെച്ചു. ഞങ്ങൾ മന്ത്രിമാരുടെ സബ് കമ്മിറ്റിയെ വെച്ചു. ആ മന്ത്രിമാരുടെ സബ് കമ്മിറ്റിയെ വെച്ചിട്ട് ഞങ്ങൾ തീരുമാനമെടുക്കും. ഞങ്ങളുടെ തീരുമാനം എന്താ? കരിക്കുലം ഫ്രീഡത്തിൽ തൊടാൻ സമ്മതിക്കില്ല. സെലക്ഷൻ ഓഫ് സ്കൂൾസ് ഞങ്ങൾ ചെയ്യും, ഗവൺമെന്റ് ചെയ്യും. ആ ഒരു സിലബസിലും തൊടാൻ കേന്ദ്ര ഗവൺമെന്റിനെ സമ്മതിച്ചുകൊണ്ടുള്ള ഒരു നെഗോസിയേഷനും പറഞ്ഞു. പണം ഇതെല്ലാം അവതരിപ്പിച്ചു. ഇത് ശല്യപ്പെടുത്താൻ പറ്റില്ല. അത് അവതരിപ്പിച്ചതിന് ശേഷം ആ പണം, അതാണ് അതേ നയമാണ് ഈ ഗവൺമെന്റിന്. അങ്ങ് ശല്യപ്പെടുത്തരുത്. ഒരു ഗവൺമെന്റ് അങ്ങനെ അസ്വസ്ഥരാകുന്നത്. അങ്ങനെയൊക്കെ ഞാൻ അങ്ങേക്ക് വഴങ്ങാം. ഒരു മര്യാദ ഉണ്ട്. ഞാൻ എന്റെ ഒരു പോയിന്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് വഴങ്ങാം. അങ്ങേ പോലെ ഒരാൾ എഴുന്നേറ്റ് ഞാൻ വഴങ്ങായിരിക്കോ? ഞാൻ വഴങ്ങാം. അങ്ങ് ശുദ്ധനാവല്ലേ, ശോഭിക്കല്ലേ? അങ്ങനെ ചെയ്യല്ലേ. ഞാൻ ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ്. I am on my legs. You don't have any right. No. To interrupt. No. ശാന്തായിട്ടിരിക്കാം.
ഗവൺമെന്റ് നയം പറയല്ലേ, ആ നയം സഭയെ അറിയിക്കല്ലേ, അത് കേൾക്കൂ. വിയോജിപ്പുണ്ടാകാം, അത് വേറെ പ്രശ്നം. പക്ഷെ ഒരു ഗവൺമെന്റ് നയമല്ല പറയുന്നത്, ആ നയം മുഖ്യമന്ത്രിയല്ലേ വിശദീകരിക്കേണ്ടത്, ആ നയം വിശദീകരിക്കല്ലേ. ഒരു ശാന്തമായിരിക്കൂ. ഇവിടെ നടന്ന 3 ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഈ ഗവൺമെന്റ് നയം എന്താണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. ആ നയത്തോട് വിയോജിപ്പ് കാണും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് അദ്ദേഹത്തിന്റെ പ്രസംഗം കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിച്ചിട്ടല്ലേ. അതിന് നമ്മൾ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കിയാൽ അതിന്റെ അർത്ഥം എന്താ? ആ നയം എന്താണെന്ന് അറിയണ്ട എന്നുള്ള നിലയിലാണോ? അതുകൊണ്ട് മുഖ്യമന്ത്രി പറയട്ടെ, ഈ ഗവൺമെന്റ് നയം എന്താണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അത് ശാന്തമായി കേൾക്കൂ. എന്താ ചെയ്തത്? അദ്ദേഹം നിരന്തരമായി ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്റെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ബഹളം ഉണ്ടാക്കി. അങ്ങേ പോലെ ഒരാൾക്ക് യോജിച്ചല്ല. അലമോൺ ബൈ ലെക്സ് എന്ന് പറഞ്ഞാൽ അതൊരു പാർലമെന്ററി വേർഡാണ്. ആ പാർലമെന്ററി വേർഡ് നിങ്ങൾ പരിശോധിച്ചാൽ മതി. പഴയ പാർലമെന്റ് അംഗങ്ങളും നിയമസഭാ അംഗങ്ങളും ഒക്കെ പ്രസംഗിച്ചത് എനിക്ക് വായിച്ചു നോക്കിയാൽ അറിയാം. സാർ, മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ നേരിടേണ്ടത് ഇങ്ങനെയല്ലോ. യു ഹാവ് നോ റൈറ്റ്, യു ഹാവ് നോ റൈറ്റ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണോ നേരിടേണ്ടത്? അങ്ങനെയാണോ പ്രതിപക്ഷത്തെ നേരിടേണ്ടത്? അങ്ങനെയാണോ പ്രതിപക്ഷത്തോട് സംസാരിക്കേണ്ടത്? കേക്കോ, അങ്ങ് ശാന്തമായി കേക്കൂ. അങ്ങ് 10 വർഷക്കാലം ഈ സംസ്ഥാനം ഭരിച്ച മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങയുടെ ഗവൺമെന്റ് നയം അവസാനമായി പറയാനുള്ള അധികാരം അങ്ങേക്ക് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഈ ഗവൺമെന്റിന്റെ നയം എന്താണ് എന്ന് ഈ സഭയെ അറിയിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. അപ്പൊ ദയവായിട്ട് അങ്ങ് ഇതിനോട് സഹകരിക്കും. വിയോജിപ്പുണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വിയോജിപ്പുണ്ടെങ്കിൽ അപ്പപ്പോ നമ്മളൊരു വാഗ്വാദം നടത്തി അതിന്റെ പേരിൽ ഒരു ഡിബേറ്റ് നടത്തി പോകില്ല. അദ്ദേഹം ആ നയം വിശദീകരിക്കട്ടെ. ആ നയത്തോട് എന്ത് കാരണത്താൽ വിയോജിപ്പുണ്ട് എന്ന് പറയാൻ പിന്നീട് സമയമുണ്ടല്ലോ. അതുകൊണ്ട് ദയവായിട്ട് മുഖ്യമന്ത്രി ആ നയം എന്താണ് എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു അവകാശം നമ്മൾ തടയുന്നില്ല. സാറിനോട് ഇംഗ്ലീഷ് പറയും, സാറിന് പിടികിട്ടിയില്ല, അത്രയല്ലേ ഉള്ളൂ. ഡേഡേ, ഇനി മേലെ എന്റെ കൂടെ ചോദിക്കാൻ സാറിനോട് ഇംഗ്ലീഷ് പറഞ്ഞാലുണ്ടല്ലേ അമ്മച്ചാളെ ചട്ടുവാൻ പിടിപ്പിച്ച് ചന്തിയിൽ വെച്ചേരും കേട്ടാ. പോയി 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 പോടാ.